കോളേജിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ കോളേജ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ട കുറച്ച് പോസിറ്റീവ് എന്ന് വെച്ചാൽ അക്സസിബിലിറ്റി നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അപ്രൂവൽസ് ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫോർട്ടീസുമായിട്ട് ടൈപ്പ് ആയ അങ്ങനെ ഇന്റേൺഷിപ്പ് ടൈമിൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവുമെന്ന് പറഞ്ഞു. ക്ലാസ്സസ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ആക്സസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ട്രെയിൻ മെട്രോ പൂക്കുവരമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ക്യാമ്പസ് ലൈഫ്, അതായത് മറ്റ് വലിയ ക്യാമ്പസുകൾ വെച്ച് നോക്കുമ്പോഴേ ക്യാമ്പസ് ലൈഫ് ഇല്ല എന്നുള്ളൊരു അതിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനനുസരിച്ചിരിക്കും. നമ്മുടെ ഫീസിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫീസിന് ഇതൊക്കെ പ്രതീക്ഷ. അല്ല, ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും സംവിധാനങ്ങൾ കിട്ടുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? വീട്ടിലുണ്ടാക്കി പോകാൻ ഇവിടെ നിന്ന് നടന്നാണോ ലിസ്റ്റിലോട്ട് പോകുന്നത്? ആണോ? ഇവിടെ അടുത്ത്. ഓക്കെ ബ്രോ, താങ്ക് യു. ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലാണ് ഇവർക്കുള്ള മെസ് ഫെസിലിറ്റീസ് ഒക്കെ വരുന്നത്. അതെ, ഇവിടെ തന്നെയാണ് ഫുഡ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അതിനുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും ഫുഡും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അതിനായിട്ട് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാര്യം ഈ വലിയ ക്യാമ്പസുകളൊക്കെ പേടിച്ച് മക്കളെ വിടാതിരിക്കുന്ന പാരന്റ്സ് അവർക്കും സേഫ് ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ്. ഈ ചെറിയ ക്യാമ്പസിന് ഒരു കാര്യമുണ്ട്, കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ടീച്ചേഴ്സിന്റെ കൺമുമ്പിൽ തന്നെ ആയിരിക്കും. കാരണം കുറച്ച് ഏരിയ അല്ലേ ഉള്ളൂ. ഇനി ഇവിടെ ഗേൾസ് ഹോസ്റ്റലും ഇവിടെ ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ്. അപ്പോൾ പെൺകുട്ടികളെ വിടുന്ന പാരന്റ്സ് സംബന്ധിച്ചോളം അവർക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് റിവ്യൂസ് പ്രകാരം പെൺകുട്ടികൾക്കാണ് ഈ കോളേജ് കുറച്ചും കൂടി ഓക്കെയായിട്ടുള്ളത്. കാര്യം ബോയ്സിന്റെ മെസ് ഫെസിലിറ്റി, ഹോസ്റ്റൽ ഫെസിലിറ്റി അങ്ങോട്ട് അത്ര കംഫർട്ടബിൾ അല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത്. പക്ഷെ അവർക്ക് PG ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എഡ്യൂക്കേഷൻ നല്ലതാണ്, പക്ഷേ അവർക്കൊരു ഹോസ്റ്റലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞത്. അപ്പൊ നിക്ക് പറഞ്ഞ പോലെ PG നമുക്ക് ഇനിയും റാൻഡം ആയിട്ട് 1-2 ഗേൾസ് സ്റ്റുഡൻസിനോട് റിവ്യൂ ചോദിക്കണം. ഇനി നമുക്ക് ആ മെസ്സിലുള്ള ഫുഡ് ഐറ്റംസ് എങ്ങനെയൊക്കെയാണ്, കാര്യം ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയാണെന്നുള്ള പലയിടത്തും കംപ്ലൈന്റ്. അപ്പൊ ഇവിടുത്തെ ഫുഡ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ലഞ്ച് ടൈം ആവാറാകുമ്പോഴത്തേക്ക് വന്നേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂട് ചോറ്, ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തോന്നുന്നു. രാവിലത്തെ ചപ്പാത്തി നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനായിരിക്കും. പിന്നെ കടലക്കറി, ഇതും റൈസാന്ന് തോന്നുന്നു. പിന്നെ ഇവർക്ക് ഉച്ചക്കത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. ദാല് കറി അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ വീക്ക്ലി എനിക്ക് തോന്നുന്നു 2 days ആണ് നോൺ വെജ് ഉള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് ഈ മെസ്സിന് തൊട്ടടുത്തായിട്ടാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. നമുക്ക്